Dears, welcome back to Arcanex. So chemistry le നാലാമത്തെ ചാപ്റ്റർ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്തായിരുന്നു മോൾ കോൺസെപ്റ്റും ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ന്യൂമറിക്കൽസ്. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോലെ ട്രിക്കാണ്, കംപ്ലീറ്റ് ട്രിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാം ഓണം എക്സാം ടഫ് ആയിരുന്നു. സോ ക്രിസ്മസ് എക്സാമും അതേപോലെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിൾ വേയിൽ പഠിക്കുക അല്ലെ, ഫുൾ ഷോർട്ട് കട്ടിൽ പഠിക്കാം. അങ്ങനെ പറയുന്നല്ലേ? യെസ്. ഓക്കെ, ആദ്യം നമ്മൾ മോൾ കാൽക്കുലേഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ അതിന് എന്താണ് മോൾ എന്നുള്ളത് അറിയണം അല്ലെ. ഒരു ഡസൻ എത്രയായിരുന്നു? ഒരു ഡസൻ എന്ന് വെച്ചാൽ 12. ഒരു പെയർ എത്രയാ? ഒരു പെയർ എന്ന് വെച്ചാൽ ഒരു ചെരുപ്പൊക്കെ 2 ചെരുപ്പ് ഒന്നും വാങ്ങില്ല. ഒരു പെയർ ചെരുപ്പ് വെച്ചാൽ 2 വാങ്ങും. ഒരു ഡസൻ വള വാങ്ങുന്ന 12 വള. അപ്പൊ ഒരു മോൾ മാങ്ങ വാങ്ങുന്ന പറഞ്ഞാൽ 6.022 into 10⁻23. മക്കളെ, ഒരു പെയർ 2 ആണെങ്കിൽ ഒരു ഡസൺ 12 ആണെങ്കിൽ 6.022 ഇട്ടിട്ട് 10⁻23 ഇത്രയും സീറോസ് ഇടുന്നതിനെയാണ് നമ്മൾ. അതായത് ഒന്നുമില്ലടാ, ഒരു ഡസനും പെയറും നിങ്ങൾ എങ്ങനെ പറയുന്നു ആ ഒരു പ്രയോറിറ്റി മാത്രമേ മോളിനുള്ളൂ. മോൾ എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. ആ നമ്പർ ആണ് എന്ത് ഈ പറയുന്നത്. ഈ നമ്പറിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് അവോഗ്യാഡ്രോ നമ്പർ. അവോഗ്യാഡ്രോ നമ്പർ. എങ്ങനെയാണ് മോൾ കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു മാസ് തരും. മാസ് എന്ന് പറഞ്ഞാൽ മക്കൾ ഇപ്പൊ കാണും 32 ഗ്രാം അല്ലെങ്കിൽ 18 ഗ്രാം. ആ ഗ്രാം കാണുമ്പോൾ ജി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാതെ എന്താ തന്നിരിക്കുന്നത് മാസ്. അത് ഗ്രാമോ മില്ലിഗ്രാമോ കിലോഗ്രാമോ ഒക്കെ ആകാം. സിമ്പിൾ ആയിട്ട് 1 കിലോഗ്രാം പഞ്ചസാര നിങ്ങളോട് പറയാം. 1 കിലോഗ്രാം പഞ്ചസാര എത്ര മോളാണെന്ന് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, തന്നിരിക്കുന്നത് മാസ് ആണെങ്കിൽ എന്ത് ചെയ്യാ? തന്നിരിക്കുന്ന മാസിനെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? മാസ് ആണെന്നെങ്കിൽ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു കിട്ടി. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും മോളാർ മാസ്. ഓക്സിജന്റെ അല്ല നൈട്രജന്റെ, നൈട്രജന്റെ അല്ല അമോണിയയുടെ, അമോണിയയുടെ അല്ല വാട്ടറിന്റെ, അത് മാറും. വാട്ടറിന്റെ അല്ല ഷുഗറിന്റെ. ഇനി തന്നിരിക്കുന്നത് വ്യാപ്തമാണ്, വോളിയമാണ്. അതായത് ഇപ്പൊ ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ, 12 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 122 മില്ലി ലിറ്റർ എന്ന് വന്നാൽ അത് തന്നിരിക്കുന്ന എന്താ? വ്യാപ്തമാ, വോളിയമാ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വോളിയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത്രയും ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ നമ്പർ ഒരിക്കലും മാറത്തില്ലേ. ഈ നമ്പർ കോൺസ്റ്റന്റ്. താഴെയുള്ളത് 22.4. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള വോളിയം വ്യാപ്തം എന്ത് ചെയ്യും? മാറിക്കൊണ്ടേ. അപ്പൊ വോളിയം തന്നാൽ സിമ്പിൾ ആയിട്ട് ഗ്യാസിന്റെ ഒക്കെ വോളിയം തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പക്ഷെ മുകളിലുള്ള വോളിയം ലിറ്ററിലായിരിക്കണം. എന്തിനാവരുത്? മില്ലി ലിറ്ററിലാവരുത്. ഇനി നമ്പർ തന്നിരിക്കുക. ഇപ്പൊ 1000 ഇലക്ട്രോൺ അല്ലെങ്കിൽ 10, 20, 30 എന്ന് പറയുന്ന നമ്പർ ഒരു എണ്ണമാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ തന്നിരിക്കുന്ന എണ്ണത്തെ മക്കൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അവോഗ്യാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 1000 തേങ്ങ തന്നാൽ എത്ര മോളാണെന്ന് കാണാൻ അങ്ങനെ ചെയ്താൽ മതി. എത്ര? 1000 എണ്ണം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 6.022 into 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ മാസ് തന്നാൽ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോളിയം തന്നാൽ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ തന്നാൽ അവോഗ്യാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മോള് കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. മോള് കണ്ടുപിടിക്കലാണ്. 6.8 ഗ്രാം അമോണിയ. ഗ്രാം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എന്താണ്? ആർട്ടി മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന മാസിനെ, ഗിവൺ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്താലോ? തന്നിരിക്കുന്ന മാസ് എത്രയാ? 6.8 ഗ്രാം ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമോണിയയുടെ മോളാർ മാസ് കണ്ടുപിടിക്കണം. അത് അടുത്ത ടാസ്ക് അല്ലെ. NH3യുടെ മോളാർ മാസ് ആണ് മക്കളെ. നൈട്രജൻ എന്ന് പറഞ്ഞാൽ എത്രയാ? നൈട്രജൻ 14. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒരു ഹൈഡ്രജന്റെ അങ്ങനെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 1 into 3 ചെയ്യുക. 1 into 3 എന്ന് വെച്ചാൽ 3. അപ്പൊ 14 + 7 മൊത്തം മാസ് 17. ഓക്കെ അല്ലേ? അപ്പൊ മോളാർ മാസ് എത്രയാ വരിക? 17 ഗ്രാം ആണ് വരിക. അപ്പൊ 6.8/17 അല്ലേ? 6.8/17 എത്ര വരും? എത്ര വരിക? 6.8.4 അല്ലേ? 0.4 ആണ് വരിക. 0.4 മോളുകളാണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ ഗ്രാം തന്നാൽ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അമോണിയുടെ മോളാർ മാസ് കാണാൻ NH3 ആണ്. നൈട്രജന്റെ 14, ഹൈഡ്രജൻ 1, 14 + 3 17. യെസ്. അടുത്തത് 6.8 ഗ്രാം അമോണിയ. 3.2 ഗ്രാം മീഥെയ്ൻ. CH4 എന്ന് വെച്ചാൽ മീഥെയ്ൻ. വീണ്ടും തന്നിരിക്കുന്നു ഗ്രാം തന്നിരിക്കുന്നു. ഗ്രാം തന്നാൽ given mass by molar mass. ഗ്രാം എന്ന് പറഞ്ഞാൽ അവിടെ മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ given mass ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 3.2 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ മീഥേന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. CH4 കാർബൺ. അത് ചെയ്യുന്നു.
കാർബൺ 12 ആണ്. കാർബണിന്റെ എത്രയാ? 12. ഹൈഡ്രജന്റെ 1 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 4 ഹൈഡ്രജൻ. അപ്പൊ 4 × 1 4. അപ്പൊ മൊത്തത്തിൽ എത്ര? 16. ക്ലിയർ അല്ലേ? അപ്പൊ 3.2 ഗ്രാം ഡിവൈഡഡ് ബൈ 16 ഗ്രാം എത്രയാ വരിക? 0.2 വരും. 0.2 മോളുകൾ വരും. അപ്പൊ മാസ് തന്നാൽ മോളാർ മാസ്. അടിപൊളി അല്ലേ? മാസ് തന്നാൽ മോളാർ മാസും ഡിവൈഡ് ചെയ്യാൻ എന്ത് സിമ്പിൾ അല്ലേ? ഒന്നും കൂടാ മാസിന്റെ ഒരു പ്രോബ്ലം. 460 ഗ്രാം സോഡിയം or 60 ഗ്രാം സോഡിയം. സോഡിയം ആറ്റം ആണ്. അഗൈൻ ഗ്രാം ആണ്. അപ്പൊ മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന മാസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന മാസ് 460 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സോഡിയം 23. സോഡിയത്തിന്റെ മോളാർ മാസ് ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറില്ല, ചിലപ്പോഴൊക്കെ ചിലപ്പോ തരും. 10ാം ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോ ഇവർക്ക് മോളാർ മാസ് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. എലമെന്റ് മാത്രമായതുകൊണ്ട് ചിലപ്പോ തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 23. സോഡിയത്തിന്റെ 23 ഗ്രാം ആണ്. അപ്പൊ 460 / 23 എന്ന് പറയുന്നത് എത്രയാ? 20 മോളുകളാണ് കിട്ടുക. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് മാസ് ആണോ, വോളിയം, വ്യാപ്തമാണോ, എണ്ണാണോ, നമ്പർ ആണോ, എന്താ തന്നിരിക്കുന്നത്? അപ്പൊ വോളിയം തന്നാൽ മോളല്ലേ? വോളിയം ഇവിടെ എല്ലാണ്. എല്ലെന്ന് വെച്ചാൽ ലിറ്റർ. ലിറ്റർ കണ്ടാൽ മനസ്സിലാക്കോ അവിടെ എന്താ തന്നിരിക്കുന്നത്? വ്യാപ്തമാണ്. വോളിയം, ഇറ്റ്സ് വോളിയം. യെസ്, അങ്ങനെയാണെങ്കിൽ വോളിയം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന വോളിയം എത്രയാ? 11.2 ലിറ്റർ. നമ്മൾ ഇതിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. വോളിയം ആണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന വോളിയത്തെ 22.4 വെച്ച് ഡിവൈഡ് ചെയ്യാം. തന്നിരിക്കുന്ന വോളിയം ഇതാ. അപ്പൊ അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? എത്ര കിട്ടുക? 0.5 മോള് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് എന്താ തന്നിരിക്കുന്നത്? മില്ലി ലിറ്റർ. മില്ലി ലിറ്ററും ലിറ്ററും ഒക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത്? വോളിയത്തിനെ സൂചിപ്പിക്കുക അല്ലെ? മില്ലി ലിറ്റർ ആയാലും ലിറ്റർ ആയാലും എല്ലാത്തിനും വോളിയത്തിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വോളിയം തന്നാൽ മോള് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. വോളിയം STP ഡിവൈഡഡ് ബൈ 22.4. മോളാർ വോളിയം ആണ് അതെന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പൊ ഗിവൺ വോളിയം എത്രയാ? 112 മില്ലി ലിറ്റർ. അതിനെ എന്തിലേക്ക് മാറ്റണം? ലിറ്ററിലേക്ക്. കാരണം താഴെയുള്ള ലിറ്റർ ആണെങ്കിൽ മുകളിലുള്ള ലിറ്റർ ആയിരിക്കണം. ഒരു സ്ഥലത്ത് ലിറ്ററും മറ്റേ സ്ഥലത്ത് മില്ലി ലിറ്ററും. ആ പരിപാടി പറ്റൂല. 2 ലിറ്ററിലായിരിക്കണം. അപ്പൊ ഇത് മില്ലി ലിറ്ററിലാ. മില്ലി ലിറ്ററിനെ ലിറ്ററിലാക്കാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ മക്കൾക്ക് എത്ര കിട്ടും? 0.112 എന്ന് കിട്ടും. അത്രയും ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ആണ്. അപ്പൊ 0.005 എന്ന് കിട്ടും. 0.005. റെഡി അല്ലേ മോൾ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 0.112 10 raised to minus 112 10 raised to ആണ്. ഓക്കേ, അടുത്ത്. ഓക്കേ, അടുത്ത ചോദ്യം. അടിപൊളി നമ്പർ ആണ് തന്നത്. പ്രശ്നമല്ലേ? ലിറ്റർ ഇല്ല, ഗ്രാം ഇല്ല, അപ്പൊ മാസും അല്ല, വോളിയം അല്ല. ഈ തന്നിരിക്കുന്ന എന്താ? നമ്പർ ആണ്. നമ്പർ ആണെങ്കിൽ ഗിവൺ നമ്പർ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ആണ്. 6.022 × 10 raised to 23 ആ. ഗിവൺ നമ്പർ തന്നിരിക്കുന്ന നമ്പർ എത്രയാ? 6.022 × 10 raised to 24 ആ. 10 raised to 24 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 × 10 raised to 23. അപ്പൊ ഇതും കൂടി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ 10 എന്ന് കിട്ടും. 10 ആണ് ഉത്തരം. 10/24 ഡിവൈഡ് ബൈ 10/23 10/1. റെഡി അല്ലേ? യെസ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ട്രിക്ക് മാത്രം ഓർത്ത് വെച്ചാൽ ഏത് മോൾ കാൽക്കുലേഷനും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ 3 രീതിയിലാണ് മോൾ കാൽക്കുലേറ്റ് ചെയ്യുക. മാസ് ബൈ മോളാർ മാസ് ആണ്, വോളിയം ഡിവൈഡ് ബൈ 22.4 ആണ്, നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. യെസ്. അപ്പൊ മക്കളെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കോൺസെപ്റ്റ് ബേസ്ഡ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തവണ SLCക്ക് A+ വാങ്ങാനായിട്ട് സാധിക്കൂ. പ്രത്യേകിച്ച് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് മാറി, പുതിയ പാറ്റേൺ ആണ്, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനേക്കാൾ ഉപരി A+ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഒരു തീരുമാനം കൂടിയാണ്. സമ്മതിക്കാൻ പാടില്ല. നമ്മൾ A+ നേടണം. നേടിയിരിക്കും അല്ലേ? റെഡി. അപ്പൊ ക്ലാസ്സുകൾക്കായിട്ട് ഫോളോ ചെയ്യാം മക്കളെ. ബൈ.